ഒന്ന് ഡയപ്പർ മാറ്റുന്നതിന്റെ യുദ്ധമാണ് കേട്ടോ അവിടെ കേൾക്കുന്നത്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? നമ്മൾ ഇന്നലെ രാത്രി വന്നു, കിടന്നുറങ്ങി. പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ട് ഉടനെ തന്നെ കിടന്നുറങ്ങിയത് കാരണം വയറിൽ ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ചിക്കനും കഴിച്ചതുപോലെ ഉണ്ട്. എപ്പോഴും നമ്മൾ ഉറങ്ങാനാവുമ്പോഴൊക്കെ നമ്മുടെ ഏകദേശം ഡൈജഷനൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക എന്ന് പറയും. പക്ഷെ ഇന്നലെ കഴിച്ചതും നമ്മൾ ഉറങ്ങി, അതുകൊണ്ട് ഉറക്കം അത്ര സുഖമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ ഒരു 8-9 മണിയായപ്പോൾ നമ്മൾ എണീറ്റു. അച്ഛൻ എന്തോ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആവശ്യമായിട്ട് പുറത്തു പോയിട്ടുണ്ട്, അമ്മ അടുക്കളയിലുണ്ട്. ഞാനിങ്ങനെ രാവിലെ എണീറ്റു. എൻ്റെ അമ്മ നായ അത്ര തന്നെ ആയിട്ടേ ഉള്ളൂ. ഇവിടെ കുറച്ച് പറമ്പുണ്ടല്ലോ ഇവിടെയൊക്കെ. ഇപ്പം അമ്മ പറയുന്നുണ്ടായി കുറേ നായ്ക്കളുണ്ട്. മുന്നേ ബെയിലി ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങോട്ട് അധികം നായ്ക്കൾ വരില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ രാത്രി സിറ്റ് ഔട്ടിലൊക്കെ നായ്ക്കൾ വന്ന് കിടക്കുമായിരുന്നു. എനിക്ക് ബെയിലി നമ്മളെ വിട്ട് പോയ സമയത്ത് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമായിരുന്നു ആ കൂട് കാണുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, എല്ലാം പാസ്റ്റ് ടെൻസിൽ. ഇവിടെ ബെയിലി ഉണ്ടായിരുന്നു, ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു, ഡാഷ് ഹണ്ടാണ്. അതിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എത്ര കരഞ്ഞിരിക്കണേന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ആ ഒരു ഇത് കേട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ കൂട് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. തൽക്കാലം അപ്പം അങ്ങോട്ട് ഇറങ്ങണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ബെയിലിയുടെ കൂടിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണം, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അകത്ത് പോകും. നമ്മളിപ്പോൾ ഈ ഭാഗമൊക്കെ റിനോവേറ്റ് ചെയ്തെങ്കിലും റിനോവേറ്റ് ചെയ്യാത്ത നമ്മുടെ വീട്ടിലെ 2 ഭാഗങ്ങൾ, ഒന്ന് ഈ ഒരു ഹാളും അടുക്കളയാണ് കേട്ടോ. ഇത് അടുത്ത പ്രാവശ്യം നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നതാണല്ലോ അമ്മ. അല്ല, ആകെ ഈ ഒരു ഭാഗം മാത്രമുള്ളതെന്ന് പറയാം. അമ്മക്ക് റിനോവേഷൻ എപ്പോഴും ഒരു ഭയങ്കര പണിയാണല്ലോ. റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയും അച്ഛനും പ്രീതമേമയുടെ അവിടെയും ദീമേമയുടെ അവിടെയും ഒക്കെ ആയിരുന്നു മാറി മാറി കിടക്കുന്നുണ്ടായിരുന്നത്. കാരണം ആ ഹോളും ആ ഏരിയയും കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി 1 വർഷം കഴിഞ്ഞിട്ട് റിനോവേഷൻ ഉള്ളൂ അല്ലേ? ഞാൻ നിർബന്ധിക്കും. ഹേ വിഷ്, ഗുഡ് മോർണിംഗ്. ഇതെന്താണ് രാവിലെ തന്നെ പാസിഫയർ? ഇത് നമ്മൾ ഒഴിവാക്കാൻ പോവാണ്. അവരാണ് പാസിഫയർ എന്ന് രാവിലെ. അമ്മ എന്ത് സ്ലോ ആണ് അമ്മ, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? രാവിലെ എണീക്കുമ്പോൾ എനിക്കുള്ള ചായ കിട്ടണം, എന്നിട്ട് അതിന് ശേഷം അപ്പൊക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം. ചുമ്മാട്ടോ, ഞാൻ വേറൊരു സർപ്രൈസും കാര്യം പറഞ്ഞ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഇഷ്ടമല്ലോ അത് അന്ന് രാവിലെ കൃത്യമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് അമ്മയ്ക്കുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മറ്റേ വെള്ളരിക്ക കറിയല്ലേ. ഇന്ന് രാവിലെ എന്താണെന്നറിയോ? ഇഡ്ലി സ്റ്റൂ. ഈ സ്റ്റൂ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇഡ്ലിയുടെ ഒപ്പം ഒരു കാലത്തും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ എന്നൊക്കെ ഞാനിവിടെ ആദ്യം വന്നിട്ടുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം സ്റ്റൂ തന്നെ ഇരുന്നില്ല അമ്മ. അമ്മയുടെ ഒരു ശീലം എന്താണെന്ന് അറിയോ? മറ്റേ വെറുപ്പിച്ച് സ്നേഹിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒട്ടും മിസ് ചെയ്തിട്ടില്ല, ഒട്ടും ഇഷ്ടമല്ല ഈ ഇഡ്ലി സ്റ്റൂവും. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനോട് ശീലിച്ചു. ഇഷ്ടമില്ലാത്ത കാര്യം വന്നിറങ്ങുന്ന അടുത്ത ദിവസം കഴിക്കാൻ വേണ്ടി. ബിരിയാണി, വിഷ്ണുവിന് ബിരിയാണി മതി എന്ന് പറഞ്ഞു. എനിക്ക് ബിരിയാണി വേണ്ട, ഞാൻ കുറച്ച് ലൈറ്റ് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. പ്രതിഷേധം അറിയിക്കുന്നുണ്ടോ? എവിടെ? ഞാൻ യുവീനെ അമ്മയ്ക്ക് സമർപ്പിച്ചതല്ലേ. എവിടെ യുവിയുടെ ഫുഡ്? എവിടെ? ചുമട്ടന്ന് രാവിലെ എല്ലാവരും കുറച്ച് സ്ലോ ആയിരുന്നു. ഒന്ന് റെഡി ആയിട്ട് വരണം. എനിക്കിപ്പോഴും ഒരു ചെറിയ ഉറക്കപ്പിച്ചുണ്ട് വിഷ്ണുവിന്. യൂഷിയുടെ ക്യാരറ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആയോ? നമ്മുടെ ഒരു എക്സ്പീരിമെൻ്റ് ആട്ടോ. ഞാൻ ഇഡ്ഡലി മാത്രം കൊടുക്കണ്ട, കുറച്ചെന്തെങ്കിലും അതിൽ പച്ചക്കറികൾ ആഡ് ചെയ്യാന്നുള്ളൊരു തോന്നൽ ക്യാരറ്റ് ആഡ് ചെയ്തായിരുന്നു. ഗുഡാണോ? കഴിഞ്ഞോന്ന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് നല്ല മാറ്റല്ലേ മോന്? റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കൂടുതൽ. ഇന്ന് രാവിലെ ഇഡ്ഡലിയും ക്യാരറ്റും ഒക്കെ കൊടുത്തു. നല്ല ഉഷാറായിട്ട് 2 ഇഡ്ഡലി കഴിച്ചു അല്ലേ? ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ വെള്ളം കുടിക്കണം കേട്ടോ. അല്ല, ഞാൻ പറയുക ആദ്യമായിട്ടാണ്. അവൻ്റെ ബോട്ടിൽസും സിപ്പേഴ്സും ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒക്കെ ഒന്ന് ഇറക്കി വെക്കണം. അപ്പം കയ്യിലൊന്നുമില്ല, എന്തോ കിട്ടിയൊന്നും എടുത്തിട്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയാണ്. ലയൂഷ് ഉറങ്ങിയ ഗുഡായിട്ടെന്നല്ലേ? കടച്ചക്കട പിടിച്ചു നിന്നിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്, പക്ഷെ പൊതുവെ എനിക്കിഷ്ടമല്ല. കഴിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വീട്ടിൽ വരുമ്പോഴൊക്കെ കിണങ്ങലുണ്ടല്ലോ, അത്രേ ഉള്ളൂ. നല്ല
അടിപൊളി ഉള്ളിച്ചമ്മന്തി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. മുഖശ്രുതി പറയാന്ന് വിചാരിക്കരുത്, നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഗംഭീരമാണ്. അല്ല ശരിക്കും നമ്മുടെ ഉള്ളിച്ചമ്മന്തി കൂട്ടാ. ചെറിയ ഉള്ളിയിലാണ് നമ്മൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ചുമ്മാ വാറ്റി മുളക് പൊടി ഇട്ട് അടിച്ചെടുക്കല്ലേ, അത്രേ ഉള്ളൂ. ചട്ടി കാണിച്ചാൽ അമ്മയ്ക്കൊരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ചട്ടി നമ്മുടെ നൊസ്റ്റാൾജിക് ചട്ടിയാണ്. ഇത് എത്ര കൊല്ലായിട്ടുള്ള ചട്ടിയാണെന്ന് അറിയാം. ഇത് വീട് വാങ്ങിയപ്പോഴുള്ള ചട്ടിയല്ലേ? ആ, ചില പാത്രങ്ങൾ പക്ഷെ അങ്ങനെ നമുക്ക് കളയാൻ തോന്നില്ല. ഇത് നമ്മൾ ഇങ്ങോട്ട് വീട് മാറിട്ട് ഏകദേശം 20 കൊല്ലമായിട്ടുണ്ടാവും. 20 കൊല്ലമായിട്ട്. ഇത് നോൺ സ്റ്റിക്ക് ആണോ? നോൺ സ്റ്റിക്ക് ഒക്കെ പോയില്ലേ? അല്ല, എനിക്കറിയില്ല എന്താന്നുള്ളത്. പക്ഷെ ഈ ചട്ടി കുറേ കാലമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി തട്ടൊക്കെ അല്ലേ അവിടെ? ഇഡ്ഡലി തട്ടെന്ന് പറയും എനിക്ക് വയ്യ മതി എന്നൊന്ന് ഒഴിവാക്കുമെന്ന്. പക്ഷെ എന്നാലും നമ്മട്ട് പീഡിപ്പിക്കുക ഇഡ്ഡലി തട്ടനൊക്കെ. അതൊരിക്കലും പാടില്ല. എനിക്കിടയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഭംഗി പോയ ചില സാധനങ്ങൾ കളയാനും പറ്റില്ല. എനിക്കിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആണെങ്കിൽ മാറ്റാൻ തോന്നും. അതുകൊണ്ട് അൻഷിഫ് എന്നെ കളിയാക്കും. പാത്രങ്ങളാവുമ്പോൾ ചെറിയ ഞെളുകലും പോറലും ഒക്കെ ഉണ്ടാവുകയും അതൊക്കെ ഇപ്പം എല്ലാ വീട്ടിലും സാധാരണ അല്ലേന്ന്. സാധാരണ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പരിഭ്രമം മാറിയിട്ടില്ല. സ്ഥലം മാറി, ആൾക്കാർ മാറി, ശബ്ദം മാറി. ഇപ്പൊന്നും ശബ്ദം യൂസ് ആയിട്ടുള്ള കാര്യമല്ലോ. കുറച്ചും കൂടെ സൈലന്റ് അല്ലേ അവിടെ. രണ്ടും കൂടെ ഓട്ടോ പോണു, കാറ് പോണു, പട്ടി, പൂച്ച, കോഴി എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? ആ, പൂച്ച നല്ല അത്യാവശ്യം കട്ടിയുള്ള ഇഡ്ഡലി കേട്ടോ. എനിക്ക് കട്ടിയുള്ള ഇഡ്ഡലി ഇഷ്ടമാണ്. എനിക്കതും ഉള്ളിച്ചമ്മന്തിയും എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ വെള്ളരിക്ക കറിയാണ്. അടുത്ത തവണ നമ്മൾ വെള്ളരിക്ക കറി ഉണ്ടാക്കുമ്പോൾ ആ റെസിപ്പി ഒന്ന് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് ഞാൻ അമ്മേനോട്. അല്ല, കറി നല്ലതാണ്. പക്ഷെ എനിക്ക് നിർത്തത് സ്കൂളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴച്ചൊക്കെ ചോറ് കൊണ്ടുപോയാലേ ഒന്ന് വെള്ളം ഒലിക്കൂലോ. അങ്ങനെ കറി എനിക്കൊരു ട്രോമയായി, എത്രയേ ഉള്ളൂ. അമ്മ നല്ലോണം കുഴച്ചിട്ട് ഒരു കവറിൽ അങ്ങോട്ട് ഇട്ടരും. ആ കവറിന് അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഊഫ് നല്ലൊരു മണം വരാറുണ്ട്. പക്ഷെ കറി നല്ലതാണ്. വിഷ്ണുവിനൊക്കെ ഇഷ്ടമാണ് കറി അല്ലേ? അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് കറി. എൻ്റെ ഒഴികെ എനിക്ക് ആ കറീനോടുള്ള പ്രശ്നമല്ല, കറി ഉണ്ടാക്കി ഓർമ്മേനോടുള്ള പ്രശ്നമാണ്. ചൂടുണ്ടോ നല്ലോണം? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഇഡ്ഡലി. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ മുന്നേ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ആവുമല്ലോ. അപ്പം എനിക്ക് ആ ഇഡ്ഡലിയും ഉള്ളിച്ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിനേക്കാളും ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ഇഡ്ഡലീസാണ്. നമ്മൾ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലെത്തുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും നമുക്ക് ലക്ഷറി ആയിട്ട് തോന്നുമല്ലോ. ഇപ്പം എനിക്ക് പ്ലേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ ഭക്ഷണം ഇട്ടിരിക്കുമ്പോൾ ഭയങ്കര ലക്ഷറി ഫീൽ വരുന്നു. കാരണം കഴിഞ്ഞൊരു 3-4 ആഴ്ച ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് സ്ട്രഗിളിങ് ആയിരുന്നു. ഞാനിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടും ഒരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കണം. അങ്ങനെ വലിയ പ്രശ്നം അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാവുകയെ, എനിക്ക് റെസ്പോൺസ് എൻ്റെ കുറയുക, അങ്ങനെ എന്തൊക്കെയായിട്ട് ചെറിയ പ്രശ്നം വരുമ്പോഴും ഞാനും ഇഷ്ടം തന്നെയല്ല വീട് മൊത്തം ഒടിച്ചു കൊണ്ടുപോകണേ. അപ്പോൾ ഒരാളൊക്കെ ഒരു ചെറിയ ഡൗൺ വരുമ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്തു നിൽക്കുമല്ലോ. വിഷ്ണു എൻ്റെ ഒപ്പം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഡൗൺ ആയപ്പോൾ. അപ്പോൾ രാവിലെ എണീറ്റ് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇഡ്ഡലിയും ഇഷ്ടമെങ്കിൽ ഇഷ്ടം കിട്ടുമോ. ഞാൻ നേരത്തെ അമ്മേനെ ഉള്ള ചൊറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇഷ്ടവും അതേപോലെ തന്നെ ഉള്ളിച്ചമ്മന്തി കിട്ടുമ്പോൾ ഇതാണ് റിയൽ ലക്ഷറി എന്ന് തോന്നുന്നത്. എന്താ ലൈഫ് നോക്കണം. ഒരു ചായ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എടുത്ത ചായ നമുക്ക് 2 ദിവസം കഴിഞ്ഞത് നോർമലാവും കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, സങ്കടം, ലക്ഷറി എന്തൊക്കെയോ തോന്നാം. നല്ല മഴക്കാലമാണ്. ഇന്നലെ രാത്രി നല്ല ഉഷാറ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവുക. ഇനി അതുകൊണ്ട് രാവിലെ തൊട്ട് ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങാതിരിക്കുകയായിരുന്നു. ഞാനിവിടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ രാവിലെ എണീറ്റ് വന്നുകൊണ്ടുതന്നെ ബെയിലിയോടെ സിറ്റ് ഔട്ടിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ബെയിലിനോടൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അധിക ദിവസം തുടങ്ങാറ്. നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള വ്ളോഗും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. അത് കഴിഞ്ഞ് ഇവിടെ എവിടെയൊക്കെ ആയിട്ട് വെയിലത്തോ അങ്ങനെ എങ്ങനെയൊക്കെയോ മടിച്ചിങ്ങനെ കിടക്കുന്നതാണ്. അന്ന് നമ്മളിങ്ങനെ മടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. പിന്നെ UV വന്നതിന് ശേഷം ഞാൻ ബെയിലിയുടെ ഐസൈറ്റിൽ നിന്ന് ഞാൻ പോവുകയാണെങ്കിൽ UV എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ വരും കേട്ടോ. എനിക്ക് തോന്നണു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു തോട്ടിൽ വരികയാണ്. UV ഇല്ലാതെ ഞാൻ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ പിന്നാലെ വരില്ല. UVനായിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ എൻ്റെ പിന്നാലെ വന്ന് നമ്മൾ ഫ്രണ്ടിലെത്തി വീട്ടിൽ കയറുന്ന വരെ ഇങ്ങനെ ആടി നടക്കുന്നതാണ്. ഡാഷിൻ്റെ നടത്തം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ കൂട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാനിങ്ങനെ ബെയിലി ഇല്ലാത്തതിനോട് അങ്ങനെ യൂസ്ഡ് ആയിട്ടില്ലല്ലോ ഇവിടെ വന്നതിന് ശേഷം. എപ്പോഴും ഇങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ കേൾക്കും. അതല്ലാതെ ഇവിടെ വരുമ്പോൾ എപ്പോഴും ബെയിലി ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര
മിസ്സിങ് എനിക്ക്. ഈ ഭയങ്കര വിഷമമൊക്കെ വരും കൂട് കാണുമ്പോൾ. അമ്മ യൂസ്ഡ് ആയോ? നമുക്ക് വേറെ നായക്കുട്ടീനെ വാങ്ങിയാലോ? അമ്മയ്ക്ക് ഇനി അച്ഛന് ഒരു നായക്കുട്ടീനെയും കൂടെ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വാങ്ങുക എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു യൂസേജ് ആയിരുന്നു കേട്ടോ, സോറി. പറഞ്ഞ് ശീലിച്ച് പറഞ്ഞതാണ്. അപ്പം അച്ഛന് പെട്ടെന്ന് തന്നെ ഒരു കുട്ടീനെ ഒരു നായക്കുട്ടീനെ അഡോപ്റ്റ് ചെയ്താലോ എന്നുണ്ട്. പക്ഷെ അമ്മ പറയണ അമ്മേനെ ഭയങ്കര ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ കൊണ്ടുപോയി. പിന്നെ അമ്മയ്ക്കിനി പറ്റില്ല എന്നുള്ളതായിരുന്നു. അറിയില്ല, എനിക്കിങ്ങനെ കൂട് ഒഴിഞ്ഞ് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നാൽ നമ്മുടെ തോട്ടം അങ്ങോട്ട് മാറും തോന്നുന്നു. അമ്മ നമ്മള് പറയണ്ടല്ലോ, പിന്നെ രാത്രി ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവിട്ടിമുട്ടൊക്കെ കൊണ്ടേക്കണ്ടിയൊക്കെ വന്നു പോകുമ്പൊക്കെ ചെയ്യുമ്പോൾ. യുവിക്ക് ഓർമ്മ ഉണ്ടോ ബെയിലിനെ? ബെയിലി ചേച്ചിനെ ഓർമ്മ ഉണ്ടോ? ബെയിലി ചേച്ചിനെ ഓർമ്മ ഉണ്ടോ യുവിക്ക്? ബെയിലി ചേച്ചിനെ ഓർമ്മ ഉണ്ടോ യുവിക്ക്? ഇവിടെ ഒരു ബെയിലി ചേച്ചി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ബെയിലിയുടെ കഴുത്തില് ഒരു കുഞ്ഞു മണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ അന്ന് അവൾക്ക് പറ്റ വയ്യാതെയായിട്ടൊക്കെ അല്ലേ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയൊക്കെ ചെയ്ത്. പിന്നെ മാറി തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷ നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് റീച്ചബിൾ ആവുന്നതിനേക്കാളും വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ എടുത്തത്. ആ സമയത്ത് ആ മണി ഒന്ന് എടുത്തു വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ആ മണി നമ്മളത് ഓർത്ത് വന്നപ്പോക്ക് അതെവിടെയാന്ന് അറിയില്ല. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവരങ്ങനെ ആയിരിക്കുമല്ലോ നോക്കിയിട്ടുണ്ടായിരിക്കുക. അതായത് മണിയൊന്നും ഇപ്പോൾ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം എന്നില്ലല്ലോ. അപ്പം അത് എടുത്ത് വെക്കായിരുന്നു ബേലിയുടെ ഒരു കുഞ്ഞ് ഓർമ്മയ്ക്ക് എന്നുള്ളത് പിന്നെ എനിക്കിങ്ങനെ തോന്നി. ഭയങ്കര നായയുടെ പ്രശ്നമാണെന്ന് പറയാ തൊടിയിലൊക്കെ കേട്ടോ. അപ്പോൾ ചെരുപ്പ് കൊണ്ടുപോകും. ഈ ഡോറൊക്കെ അവിടെ വെച്ചിരിക്കണത് അവിടെയും ഇവിടെയൊക്കെ അടയ്ക്കാനാണ്. അപ്പോൾ രാവിലെ ഞാൻ വന്നപ്പോൾ മുറ്റത്ത് 2-3 നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ചൂടുണ്ട് ഇവിടെ. ഫുൾ കാടൊക്കെ വളർന്നൂലമ്മ. വെട്ടി തെളിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് തറവാട്, ഇതാണ് അപർണയുടെയും അപ്പൂൻ്റെയും വീട്. നമ്മുടെ വീട് ഇങ്ങനെ കുറച്ച് താഴത്താവുകൊണ്ടേ ഇങ്ങനെ ഒരു കുണ്ടിലാണല്ലോ വീട്. നമ്മൾ വിളിക്കുന്ന താഴത്തെ വീട് എന്നാണ്. പിന്നെയും കൊട്ട് കേൾക്കണം. വെല്ലച്ചൻ കൊട്ടി കൊടുക്കായിരുന്നു അവന്. പിന്നെ കൈവായി കൊണ്ടുപോകും, അങ്ങനെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. കൊട്ടാണോ യുവി? പിടിച്ചോ അമ്മമ്മ എടുത്തിക്കാം, അമ്മമ്മ എടുത്തിക്കാന്ന്. ഇന്നലെ മൊത്തത്തില് മാറിയതിന്റെ ഒരു പരിക്ക് തോന്നുന്നു. സ്ഥലം മാറി, ആൾക്കാര് മാറി. ഇപ്പൊ പകലൊക്കെ ആവുണ്ടോ തോന്നുന്നു. രാത്രി ആയതിന്റെ ഒരു പരിഭ്രമം. തോണ വാങ്ങണ്ടായില്ലേ അല്ലച്ചാ? അമ്മ കുറച്ച് ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ടായി. ഇത് മൾഗോവ കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങയാണ്. അമ്മ കുറച്ച് മുറിച്ച് ചെത്തി ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയിട്ട് വരട്ടെ അല്ലച്ചാ? പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. അപർണനെ കണ്ടില്ലല്ലോ രാവിലെ ഇട്ട്. എന്നാൽ രാത്രി എത്തിയോന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കും. രാവിലെ എണീക്കുന്നൊക്കെ ചോദിച്ചായിരുന്നു, കണ്ടില്ല. ഇല്ലാന്ന് എത്ര പോരാന്ന് വേറെ ആരെടുത്തുണ്ടായിരുന്നില്ല. ഹെയ്യൂഷ് എവിടെ ഇരിക്കണത്? എന്റെ കയ്യിൽ മാത്രം കരയണത്. അപർണയുടെ ആർട്ട് വർക്ക്സ് ആണ് കേട്ടോ. അപർണ ഒരു കലാകാരിയാണ്. ഇതുവരെ അത് കാണിച്ചിട്ടുള്ള തോന്നണം. അപർണ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കും കേട്ടോ. ഇങ്ങനെ ജന്മസിദ്ധമായ കഴിവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. കാര്യമായിട്ട് ട്രെയിൻഡ് ഒന്നുമല്ല, പക്ഷെ നല്ല രസത്തിൽ വരയ്ക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ അല്ല കേട്ടോ, കുറേ മുന്നേ അവൾ വരച്ചിരുന്നതാണ്. ഇപ്പം പിന്നെ കുറേ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായത് കാരണം ഇപ്പം വരയൊക്കെ കുറച്ച് കുറവാണ്. ഞാൻ ഈ കഴിവ് ഉപയോഗിച്ചിരുന്നത് എൻ്റെ ബയോളജി റെക്കോർഡൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അന്നേ അപർണയുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ റെക്കോർഡൊക്കെ ഞാൻ അവളെ കൊണ്ട് വരപ്പിക്കാറുണ്ടായിരുന്നു. നല്ല ഓമക്കായ. ഈ ഓമക്കായക്കാണ് ഏറ്റവും കൂടുതൽ
ആ ഏറ്റവും കൂടുതൽ പേര് പല നാട്ടിലുള്ളത് കർമൂസ്, കറവത്തി, പപ്പായ, ഓമക്കായ, കറമൂസ്. അതിനെ പറഞ്ഞതിന് ഓരോ നാട്ടിലും ഓരോ പേരാ. ഇത്രയും വെറൈറ്റി പേരുള്ള ഒരു ഐറ്റത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അതാ പിന്നെ ചക്ക ഇതൊക്കെ ഉണ്ട്. തറവാട്ടിലെത്തിട്ടോ നമ്മള്. ആരാണത്? ഏകദേശം ഉച്ചയായപ്പോക്കെ യുവീനെ കാണാൻ വേണ്ടിയിട്ട് ആമിയും ദീമാമി, അന്നും, ഹരീഷ് മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പം തൊട്ടേ ചുറ്റും ഇത്ര ആൾക്കാരായിട്ട് വളർന്നുകൊണ്ടാ തോന്നണു. എനിക്ക് എപ്പോഴും എൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുള്ളതാണ് ഇഷ്ടം. നമ്മൾ മാത്രമായിട്ട് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് ആൾക്കാർ വേണം. ഇത് ഇവിടെ തറവാട്ടിൽ ഷോക്കേസിലുണ്ടായിരുന്ന എൻ്റെ ചെറിയ കുട്ടിയാകുമ്പോഴൊരു ഫോട്ടോ കേട്ടോ. എന്നെപ്പോലെ തന്നെയല്ലേ യുവി ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ മുഖച്ഛായ കുറച്ച് മാറിയതാണെന്ന് തോന്നണു. എന്റെ ഈ മുടി ആരും കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു പൂച്ചേനെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ യാത്ര ഉറങ്ങി തീർത്തോണ്ട് കുഴപ്പമുണ്ടായില്ല അല്ലേ? നല്ല കട്ടിക്കുണ്ട് അല്ലേ? തപ്പോ തപ്പോ ഇവിടെ തപ്പോ 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 തപ്പാണി ആവശ്യത്തിനുള്ള കരച്ചിലോട്ട് കൂടും വേണ്ട. ഇല്ല, പെട്ടിയൊന്നും തുറക്കണം. അതിലെല്ലാം ഇതായിട്ടിരിക്കുക. ഇവനെ രാവിലെ തുടച്ചിട്ട് അമ്മമ്മ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അമ്മമ്മ ഇപ്പൊ ഡെയിലി പ്രോട്ടീൻ പൗഡർ, മുട്ട അങ്ങനത്തെ ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ട് ഡെയിലി അങ്ങനത്തെ കണക്കനുസരിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ മരുന്നെല്ലാം പ്രോപ്പറായി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മമ്മ മുന്നത്തെക്കാളും നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പൊ കാണാനല്ലേ. നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കോലമൊക്കെ ഒന്ന് മാറ്റട്ടെ. പെട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിക്കണം. ഞാൻ ഒരുമാതിരി വിഷ്ണുവിൻ്റെ ട്രൗസറും എന്നോട് അനുഭവിക്കായിരുന്നു എൻ്റെ യൂണിഫോം ആണോ അതെന്ന്. എപ്പോൾ കാണുമ്പോഴും ഈ ഒരു ഭയങ്കര സുഖമായി ടീഷർട്ട് ഇടാം. അതെ, ഈ ചോദിക്കായിരുന്നു ഞാൻ എൻ്റെ യൂണിഫോം ആണോ അതെന്നുള്ളത്. വളാഞ്ചേരിയിൽ വരുമ്പോൾ ആദ്യം ഇടുന്ന യൂണിഫോം. ബിഗ് ആഘോഷം അപർണയുടെ കല്യാണമാണ്. എനിക്ക് ആലോചിച്ച് ടെൻഷൻ ആവണേ ഏതൊക്കെ ഡ്രസ്സ് എടുക്കുകയാണ്. നമുക്ക് വലിയ ടെൻഷൻ. സെറ്റായോ? ഈ ക്ലിപ്പ് ഇട്ടായിരുന്നു പല്ല്? പിന്നെ ഭയങ്കര ഓ അത്രയ്ക്കൊന്നും നമുക്ക് മറ്റേ അതിന്റെ ബയോളജിക്കൽ ടേംസ്. എന്താണ് സീരിയൽ എക്സ്ട്രാക്ഷൻ? ഓ ശരിയാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞങ്ങൾ അതിന് പല്ല് പറിക്കാന്ന് പറയും. പല്ല് നിരയത്ത് വരാൻ. സീരിയൽ എക്സ്ട്രാക്ഷൻ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അപർണയുടെ കല്യാണമാണ് സെപ്റ്റംബറിൽ. എൻ്റെ കല്യാണത്തിന് ശേഷം ഇവിടെ വരുന്ന ആദ്യത്തെ ഒരു കല്യാണമാണ്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ കല്യാണം ഓവറാക്കുന്ന ആളെന്നാണ്. പക്ഷെ അപർണ ഇപ്പം രംഗത്ത് ഇറങ്ങിയപ്പോൾ മറ്റേ രണ്ടാമത്തെ ആളെ വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല എൻ്റെ പേര് നന്നായി എന്ന്. അങ്ങനെ എൻ്റെ പേര് ഇപ്പോൾ ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കാലം എടുക്കണം. വിഷ്ണു പറയാം മാടമ്പള്ളിയിലെ ശരിക്കുള്ള മാനസിക രോഗി ഇവളായിരുന്നു, ഞാനായിരുന്നു. അതെ, ഡെക്കറേഷൻസിലും ഡ്രസ്സിലും സദ്യയിലും എല്ലാത്തിലും ഫുൾ ഫ്രീഡം. ബാക്കി എല്ലാത്തിലും നമുക്ക് അഭിപ്രായമുള്ളതുണ്ട്. ലനു അനുവിനൊരു ഒരു ബ്ലേസർ എവിടെയെങ്കിലും ഒന്ന് കുത്തിക്കയറ്റണം. യുവിയുടെ കരച്ചിൽ എന്താന്ന് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാട്ടോ. യുവി ആകെ ഒരു അമ്പരപ്പിലാണ്. ഇവിടെ എന്താണ് ചർച്ച? കുറ്റം പറഞ്ഞു. യുവിയുടെ ബർത്ത്ഡേക്ക് ബ്ലേസർ കുത്തി കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അനുവിന്റെ ചോദ്യം. അനുവിന് എവിടെയെങ്കിലും കുറച്ച് ബ്ലേസർ ഇടണം. നമ്മൾ യുവിയുടെ ബർത്ത്ഡേക്ക് തീരുമാനിച്ചത് ഫോറസ്റ്റ് ആണ്. അപ്പൊ അതിലെല്ലാവരും വൺസി ഇട്ടിട്ടാണ് വരേണ്ടത്. അപർണ ഏതാ? ഡിനോസറോ? അനുയോ? മാനോ? അയ്യോ, അമ്മ പോളാർ ബെയർ.
അമ്മ പോളർ ബെയർ. വിഷ്ണു പുലിയ യൂണിക്കോൺ അത്ര കാട്ടിലെ യൂണിക്കോൺ. ഫോറസ്റ്റ് തീം അതുകൊണ്ട് യൂണിക്കോണാണ്. വരം കൊടുത്തു. എല്ലാരും പെട്ടെന്ന് കഴിച്ചിട്ട് വരാം. 3 പെട്ടി നല്ല വൃത്തിക്ക് ഒതുക്കാനുണ്ട്. നമുക്ക് ഉറങ്ങണമെന്നോ? ടാറ്റ. ആമി അനുവും കോട്ടക്കലാണല്ലോ. അവരിന്ന് വരുകൊണ്ട് വെല്ലച്ചൻ സ്പെഷ്യലായിട്ട് അവിടെ ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവരങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പോയി. ഇത് യുവിയുടെ ലഞ്ചാണ് കേട്ടോ. ഇന്ന് ഉച്ചയൂണിന് നമുക്ക് ചോറ്, ബീട്രൂട്ട് ഉപ്പേരി, മട്ടൺ റോസ്റ്റ് വിഷ്ണുവിന്, ഇതെന്താണെന്ന് എനിക്കറിയില്ല, നമ്മുടെ സ്പെഷ്യൽ കുമ്പളങ്ങ കറി, പിന്നെ പയറ് തോരൻ, പിന്നെ ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ട്. അമ്മ എനിക്ക് വാരിത്തരുന്ന അമ്മയ്ക്ക് ഒരേ നിർബന്ധം. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് നല്ല ഉരുട്ടി വാരി തരും. അല്ലേ മാം? എനിക്ക് മഞ്ഞക്കറി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് നിർബന്ധിച്ച് എനിക്ക് വാരി തരാൻ വേണ്ടി പറയാം കേട്ടോ. മഞ്ഞക്കറി ഇഷ്ടമില്ലാത്തത് മാത്രമല്ല റീസൺ. അമ്മ ഇങ്ങനെ ഉരുട്ടി വാരി തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എൻ്റെ അമ്മ അങ്ങനെ സമാധാനത്തിൽ വാരി തരുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പ്ലേറ്റിലെ മൊത്തം ചോറ് ഒരു 10 ഉരുളയിൽ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വാരി തരും. പക്ഷെ എന്നാലും എന്തൊരു ടേസ്റ്റാണെന്നറിയോ. പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞക്കറി ഇല്ലേ, ഞാൻ വാരി കഴിക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും അമ്മ ഇങ്ങനെ ഉരുട്ടി തരുമ്പോൾ ഒരു പച്ചമുളകൊക്കെ അങ്ങനെ ഉടച്ച് ഉപ്പേരിയും പിന്നെ മീനിൻ്റെ കഷ്ണം എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ ഉരുട്ടി അങ്ങോട്ട് തരുമ്പോൾ ഈ ഒരു മഞ്ഞക്കറിക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നും. മുന്നേ ഞാൻ സ്ഥിരമായിട്ട് അമ്മേനെ കൊണ്ട് വാരിത്തരിപ്പിക്കുകയായിരുന്നു കേട്ടോ. അതായത് ഫുഡൊക്കെ വിളമ്പുന്ന സമയത്ത് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് പണി തീരണം, അല്ലാതെ ഭയങ്കര സ്നേഹം കാരണം വാരിത്തരുമെന്നല്ല. അപ്പം ഞാൻ കഴിക്കും വേണം, അമ്മയ്ക്ക് ആ പണി തീരും വേണം. അപ്പോൾ അതുകൊണ്ട് അമ്മ നല്ലോണം കുഴച്ചുരുട്ടി അങ്ങോട്ട് വാരി തന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഈ ടേസ്റ്റ് എല്ലാം കൂടെ വന്നതെന്നുള്ളത് നമുക്ക് തോന്നും. എൻഗേജ്മെന്റ് ആൽബമായിട്ട് അപർണ എത്തിയിട്ടുണ്ട്. ഇവിടെ ആൽബം കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് അപർണയുടെ ഫിയാൻസെ ചെയ്യുന്നത്? എന്താണ് അപർണയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ ഓസ്ട്രേലിയയിൽ ഡെന്റിസ്റ്റ് ആവാനുള്ള എന്താ പറയുക, യദു വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലോട്ട് പോകാനാണ് പ്ലാൻ. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴേ അവൾ അവിടെ ഡെന്റിസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് എഴുതുന്നു, അത് ക്ലിയർ ആവുന്നു, അതിൻ്റെ പ്രാക്ടിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പം ഇത്രയും കാലം അവൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തിയറി. ഇപ്പോൾ പ്രാക്ടിക്കലിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പോവുകയാണ് ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനത്തെ വലിയ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ വെരി ഗ്ലാഡ്, നീ റൈറ്റ് പാത്തിലാണ്, നന്നായി ചെയ്യേണ്ടതെന്നുള്ളത്. ഗുഡ് വർക്ക്. അല്ലാതെ പിന്നെ അവരുടെ എൻഗേജ്മെന്റിൽ നിങ്ങളൊക്കെ ഉണ്ടാവും. അത് ആറ്റിറ്റ്യൂഡ്. അപർണയുടെ പെൺഡ്രൈവ് ആണ് കേട്ടോ. അപർണയുടെ പെൺഡ്രൈവ് അല്ല, എൻഗേജ്മെന്റിന്റെ പെൺഡ്രൈവ്. ഉഷാറുണ്ട്, എടുക്കാം. നൈസ്. യദു ആൻഡ് അപർണ. നമ്മളവിടുന്ന് പാക്ക് ചെയ്ത് കൊടുന്ന 100 കിലോ നമുക്കിവിടെ അടക്കി പെറുക്കി ഒതുക്കി വെക്കാനുണ്ട്. ഇതെന്നെ ആരൊക്കെ സഹായിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം എനിക്ക് തന്നെയാണ് അറിയുള്ളൂ ഇത് എവിടെയൊക്കെ കറക്റ്റായിട്ട് വെക്കണം എന്നുള്ളത്. വേറെ ആര് വെച്ചാലും എനിക്കതൊരു സമാധാനവും സംതൃപ്തിയും വരില്ല. അതുകൊണ്ട് ഞാൻ അപർണേനോടും അനുവിനോടും ആമീനോടും ഒക്കെ ചുമ്മാ എൻ്റെ ചുറ്റും ഇരുന്ന് വർത്താനം പറഞ്ഞ് എന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു. അനു ഈയിടെയായിട്ട് ജിമ്മിന് പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏജ് എത്തുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ ഫോക്കസ് മാറി തുടങ്ങുക. അപ്പോൾ അവൻ കുറച്ചൊക്കെ കാലറി നോക്കി ഭക്ഷണം കഴിക്കുക, ആ ഒരു ലൈനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള കുറച്ച് വിവരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപദേശിക്കുമല്ലോ. അങ്ങനത്തെ പിന്നെ അനിയന്മാരാകുമ്പോൾ നമ്മൾ കൂടുതലൊന്ന് ഉപദേശിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഞാൻ പെട്ടി തുറന്നിട്ട് എന്തെവിടെ വെക്കണം എന്നുള്ളത് ആക്ച്വലി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ കാണുന്ന 2 അലമറയും കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി എല്ലാം എടുത്തു വെക്കണം. നല്ല പരിപ്പട തീറ്റയാണല്ലോ അമ്മി. അവിടുന്ന് കൊടുന്ന ക്യാൻഡിലാണ്. ഉണ്ണിത്തണ്ട.
ഇത് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പണിയൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്കിത് ചെയ്യുന്നതിൽ നല്ലോണം സന്തോഷം കിട്ടാറുണ്ട്. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നീറ്റായി കാണല്ലേ, ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. അവിടെ സമ്മറായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ സൂപ്പർ മാർക്കറ്റിൽ കാണാം കേട്ടോ. ഞാൻ യുവിക്ക് വേണ്ടി എന്തോ ലാസ്റ്റ് മിനിറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടതായിരുന്നു ഈ ഒരു ഗൺ. അപ്പോൾ ഞാൻ ചുമ്മാ എടുത്തുകൊണ്ട് വന്നതായിരുന്നു, നാട്ടിൽ വന്നാൽ രസമായിരിക്കും അവന് കളിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. പക്ഷേ എൻ്റെ ഊഹം തെറ്റിയില്ല, അവന് ബബിൾസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരം അപർണയും മാമിയും യുവിയും കൂടെയൊക്കെ ഇതുണ്ടാക്കി കളിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവിടുന്ന് ഏറ്റി കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമില്ല കേട്ടോ. ഞാനൊരു ഫ്ലോക്ക് കണ്ടപ്പോൾ ഇങ്ങോട്ട് എടുത്തതായിരുന്നു, പിന്നെ അവസാനം പാക്ക് ചെയ്ത് ഇതുവരെ എത്തി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്നേ വരെ റംബൂട്ടാൻ കാണാത്ത വിഷ്ണുവിന് ഒരൊറ്റ റംബൂട്ടാൻ ബാക്കിയുണ്ട്. പക്ഷെ ഇതിൽ ഫുൾ ഉണ്ടാവാറുണ്ട്. എന്നാ കഴിച്ചോ വിഷ്ണു? കഴിച്ചോടോ. ഞാൻ പക്ഷെ ഇതേ റംബൂട്ടാൻ കഴിച്ചിട്ടില്ല. ഇവിടെ എത്ര കൊല്ലങ്ങളായിട്ട് ഞാൻ ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല റംബൂട്ടാന്റെ. അല്ല ഉണ്ടാവാറുണ്ട്, കഴിച്ചിട്ടില്ല. ഡയറ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ വെല്ലച്ചൻ സ്നേഹത്തോട് കൂടെ കൊടുത്തയച്ചതാണ് പപ്സും. പിന്നെ എങ്ങനെ നമ്മൾ ഡയറ്റ് ചെയ്യും? നമുക്ക് സ്നേഹമല്ലേ വലുതാണ്. വൈകുന്നേരങ്ങളിൽ അധികം ഉണ്ടാവാറുള്ള ഒരു സീനാണ് കേട്ടോ ഇത്. ആരൊക്കെ വീടുകളിലൊക്കെ ഉണ്ടോ അവരെല്ലാവരും കൂടെ ഒരു വീട്ടിൽ ചേർന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നേരം കേട്ടോ. അപർണ 3 വീക്സ് കാണാം. അപർണ ബാംഗ്ലൂരാണ്, ഞങ്ങൾ ബാംഗ്ലൂർ വരുന്നുണ്ടാവും അതിൻ്റെ ഇടയിൽ. അപ്പൊ അവിടുന്ന് കാണാം. ഞങ്ങൾ ബാംഗ്ലൂർ വരുന്നുണ്ടാവും. ആ ഉണ്ടായിരിക്കും. സൺഡേ പ്ലാൻ ആയിട്ട് എന്തായാലും വരുന്നു. എന്നെ ഈ ഒരു കൊലത്തിൽ ഞാൻ തന്നെ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞാനിന്ന് ഫാനൊന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ ബാക്കില്ല ശബ്ദം അങ്ങനെ കേൾക്കും. ഞാനിന്ന് സ്വിച്ചസൊക്കെ ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് രാവിലെ തൊട്ടിട്ട് ഞാൻ പറഞ്ഞില്ല യുവിക്ക് അത്യാവശ്യം പരിചയക്കേണ്ട സംഗതികളുള്ളത് കാരണം എന്നെ കണ്ട അപ്പം യുവി എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ പ്ലാൻ രാവിലെ തന്നെ ഈ കാര്യങ്ങൾ തീർക്കാനൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായി. അതിൻ്റെ ഒപ്പം യുവിനെ നമ്മൾ സൈഡിൽ കൂടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഈ കണ്ട 100 കിലോ നമ്മൾ കൊടുന്നത് ഞാൻ അലമറയിൽ കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുളി നടന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ. ഇന്നലെ വന്ന് മേലൊഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനൊരു സാധനം ഒതുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ആ വേണ്ട സാധനം മാത്രം എടുത്ത് വൃത്തിക്ക് ഒതുക്കി വെക്കാൻ എനിക്കറിയില്ല. ഞാനുള്ളത് മുഴുവൻ ആദ്യം വലിച്ചിടും, എന്നിട്ട് അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒതുക്കി വെക്കാനുള്ള കഴിവ് എനിക്കുള്ളൂ. അതൊരു ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ അത് കാരണം ഇപ്പോഴും ഈ റൂമിൻ്റെ അവസ്ഥ ഏകദേശം ഇതാണ്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, 100 കിലോ ഏകദേശം ഒരു 60 കിലോ നമ്മൾ ഒതുക്കി തോന്നുന്നു, 40 കിലോ കൂടെ ഉള്ളൂ. ഡ്രസ്സൊക്കെ കണ്ടില്ലേ, എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ ആകെ മണക്കുന്ന പോലെ. യുവീനെ ഒന്ന് കുളിപ്പിച്ചു അതിനിടയിൽ, അവൻ ആരടുത്തും പോകണില്ല. അപ്പോൾ യുവീനെ കുളിപ്പിച്ചപ്പോൾ അവന് പുതിയ കുളിമുറിയൊക്കെ ആയിട്ട് അവന് ഭയങ്കര അവിടുത്തെ അതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടല്ലോ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ അവൻ യൂസ്ഡ് അല്ല അതിനോടൊന്നും. അപ്പോൾ അവൻ കുളിയുടെ ഇടയിൽ മേരിക്ക് വരലും കെട്ടിപ്പിടിക്കലായിട്ട് ഞാൻ ഫുൾ നനഞ്ഞൊന്ന് കുളിച്ചു വന്ന് യുവീനെ കുളിപ്പിച്ചപ്പോഴേക്ക് അങ്ങനെ ഒരു മാമാങ്കൊക്കെ കഴിഞ്ഞ് സ്റ്റിൽ പരിപാടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ 1 മണിക്കൂറിൽ തീരുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് 98% ഒതുക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് എൻ്റെ മൾട്ടി വൈറ്റമിൻ, മേക്കപ്പ്, പിന്നെ സ്കിൻ കെയർ, പെർഫ്യൂം, അങ്ങനത്തെ കുറച്ച് സംഗതികളാണ് ഈ ഒരു ഭാഗത്ത് വെച്ചത്. ഈ കാണുന്ന ഫുൾ അലമറ എനിക്കും ആ കാണുന്ന കുട്ടി അലമറ നമ്മൾ വിഷ്ണുവിനും യുവിക്കും കൂടെ ഷെയർ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യട്ടോ. ഈ ഒരു ഭാഗത്ത് എൻ്റെ കുറച്ച് ഡ്രസ്സും ടോപ്പും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു 3 ഡ്രോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ആവശ്യം വരും. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ മുകളിൽ എൻ്റെ ബാഗ്സ്, പിന്നെ ഹെയർ ടൂൾസ്, എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ്, അടിയിൽ എൻ്റെ ഗാഡ്ജറ്റ്സ്, അങ്ങനത്തെ സംഗതികളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ ഇവിടെ കുറച്ച് എൻ്റെ ജ്വല്ലറീസ്, മുകളിൽ എൻ്റെ ജീൻസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാട്ടിൽ വന്നു പോയപ്പോൾ കുറച്ച് ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കും, കുറച്ചിവിടെ വെച്ച് പോകും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അത് ഞാൻ കംപ്ലീറ്റ് എടുത്ത് പുറത്തോട്ട് ഇറക്കി വെച്ചതാണ്. കാരണം ഈ ഒരു ലാപ്ടോപ്പ് വീഴാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്.
കാരണം ഇതിലൊന്ന് ഇട്ട് നോക്കണം ഏതൊക്കെയാണ് പാകം ഏതൊക്കെയാണ് ശരി എന്നുള്ളത്. അങ്ങനെയുള്ളത് നന്നായി മാറ്റി വെച്ച് ബാക്കി നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കണം. ഈ ഒരു ഭാഗത്ത് യുവിയുടെ സാധനങ്ങളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മുകളിൽ അവൻ്റെ ബ്ലാങ്കറ്റ്, അവൻ്റെ പുറത്തിടുന്ന ഡ്രസ്സ്, അവൻ്റെ ഡൈപ്പർ, പിന്നെ ഇവിടെ അവൻ്റെ അകത്തിടുന്ന വസ്ത്രങ്ങൾ, ഇവിടെ അവൻ്റെ ക്യാമറ, ബേബി ക്യാമ, അങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇതെൻ്റെ കേട്ടോ. പിന്നെ ഇതൊക്കെ വിഷ്ണുവിൻ്റെ. ഇതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? മറ്റന്നാൾ നമ്മൾ കോഴിക്കോട് പോകണം. നാളെ വൈകുന്നേരം പോകാമെന്ന് ആക്ച്വലി വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മയ്ക്ക് നാളെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റന്നാൾ രാവിലെ പ്ലാൻ ചെയ്യായിരിക്കും. അമ്മയ്ക്കും കുറച്ച് നല്ലോണം ഗെറ്റ് ടുഗെദറൊക്കെ എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റുക. നമ്മ പറഞ്ഞു 7-7:30 വരെ ഉണ്ട്, അല്ലെങ്കിൽ അമ്മ ധൃതി വെച്ച് വരാം 5-5:30 എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളും പറഞ്ഞു വേണ്ട, ഇത് എത്രയോ 3-4 കൊല്ലം കൂടി നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് കണ്ടതാണ്. ഇപ്പോൾ മൺഡേ മോർണിംഗും സൺഡേ നൈറ്റും നമ്മൾ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അങ്ങനെ അപ്പോൾ അതോടുകൂടെ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. ഇന്ന് നമ്മൾ ഏർലി ഡിന്നറാണ് കുറേ കാലങ്ങൾക്ക് ശേഷം കഴിച്ചത്. അതുകൊണ്ട് ഇപ്പം ഒരുപാട് ലേറ്റൊന്നും ആയിട്ടില്ല, 10 മണി ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇനി ഒരു വിശദീകരിച്ചുള്ള കുളിക്ക് പോവുകയാണ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് വന്ന് മേലൊഴുകുക ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഫുൾ യുവിയുടെ പിന്നാലെയുള്ള ഓട്ടത്തിൽ എൻ്റെ വേഷം നമ്മൾ കന്നാസും കടലാസും പോലെ എന്നൊക്കെ പറയില്ലേ, ഞാൻ ഏറ്റുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിയോട് അവസാനിപ്പിക്കുന്നു. നാളെ കൂടുതൽ സുന്ദരിയായും കൂടുതൽ വൃത്തിയിലും നാളത്തെ നമുക്ക് നല്ലൊരു വ്ളോഗ് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനിമലയാളം.